എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ താൽക്കാലിക റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്കും പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അല്ല താൽക്കാലിക റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്കും അറിയാവുന്നതാണ്. ഈ ഒരു മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമായിരിക്കും വിദ്യാർത്ഥികൾക്ക് കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക. വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഇൻഡെക്സ് മാർക്ക് ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഐഡിയോ അതുപോലെ ചലാൻ നമ്പറോ അറിയാത്ത വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പർ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന ഇമെയിൽ ID എന്നിവ നൽകിക്കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐഡിയും ചലാൻ നമ്പറും റിക്കവർ ചെയ്ത് ലഭിക്കുന്നതായിരിക്കും. ആദ്യം ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ചില സമയത്ത് വെബ്സൈറ്റിൻ്റെ ഇഷ്യൂ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഐഡിയോ ചലാൻ നമ്പറോ നിങ്ങൾക്ക് ലഭിക്കാതെ വന്നേക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്ത ശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾ ക്ലിക്ക് ചെയ്ത് ആ ഒരു പേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് ആ ഒരു പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുകയും അതിനുശേഷം രജിസ്ട്രേഷൻ ID നൽകി അതിനുശേഷം പാസ്വേഡ് കൂടി നൽകി സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. പാസ്വേഡ് അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൽ പറയുന്ന ഡീറ്റെയിൽസ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പാസ്വേഡ് റിക്കവർ ചെയ്ത് ലഭിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്ക്. അപ്പോൾ നിങ്ങൾ സൈൻ ഇൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൻ്റെ നേരെയുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മുൻപത്തെ അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൻ്റെ ആ റാങ്ക് കാണാൻ സാധിക്കുക. BASLP കോഴ്സിന് സെപ്പറേറ്റ് റാങ്കും അതുപോലെ ബാക്കിയുള്ള നഴ്സിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് കോഴ്സുകൾക്ക് ഒരു റാങ്ക് ലിസ്റ്റുമാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. ഓൾറെഡി അതിനുള്ള ഉത്തരം പറഞ്ഞതാണ്. അതായത് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാർക്ക് അനുസരിച്ചിട്ടാണ് ഈ ഒരു ആദ്യത്തെ നഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇനി അടുത്തത് BASLP കോഴ്സ് ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആ ഒരു കോഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, അതുകൂടാതെ ബയോളജിക്ക് പകരം സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ മാത്സ്, അതുപോലെ തന്നെ ഈ ഒരു സൈക്കോളജി, അതുപോലെ തന്നെ മറ്റ് കോഴ്സുകളുണ്ട്. അത് മറ്റ് സബ്ജക്റ്റുകളും അതിനായിട്ട് പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ടിനും രണ്ട് റാങ്ക് ലിസ്റ്റ് കാണിക്കുന്നത്. അതുപോലെ രണ്ട് റാങ്കും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് അതാണ്. കാരണം ബയോളജിക്ക് പകരം മറ്റു സബ്ജക്റ്റുകളുടെയും നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് ഏതാണോ ആ ഒരു മാർക്ക് മൂന്നാമതായിട്ടുള്ള സബ്ജക്റ്റായിട്ട് പരിഗണിക്കുന്നത് കൊണ്ടാണ് BASLP കോഴ്സിൻ്റെ റാങ്കിൽ വ്യത്യാസം വരാനുള്ള കാരണം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ റാങ്ക് SM എന്നും കൊണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി വൈസ് റാങ്കും കാണാൻ സാധിക്കും. നിങ്ങൾ ഏത് കാറ്റഗറിയാണോ അതനുസരിച്ചിട്ടാണ് ആ ഒരു നിങ്ങളുടെ കാറ്റഗറി വൈസ് റാങ്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം റാങ്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ SM എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. SM എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഈ ഒരു റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് റാങ്ക് SM എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് അതായത് SM എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇവിടെ കാണുന്ന റാങ്കാണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിയിട്ടുകൊണ്ടുള്ള റാങ്ക് ലിസ്റ്റാണ് ഈ ഒരു SM റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് SM എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് എന്നുള്ളതാണ്. മെറിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റ്. അതിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ളതാണ് അതിൽ നൽകിയിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥികൾക്ക് കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ധീവര ആണെങ്കിൽ നിങ്ങൾക്ക് DV എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബ്രാക്കറ്റിൽ കാണാൻ സാധിക്കും. അതുപോലെ മുസ്ലിം ആണെങ്കിൽ MU എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കാറ്റഗറി റാങ്ക് ലിസ്റ്റിൻ്റെ അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ SC ആണെങ്കിൽ SSC, അതുപോലെ ST ആണെങ്കിൽ ST, OEC ആണെങ്കിൽ OEC, അതുപോലെ തന്നെ നിങ്ങൾ ഏത് വിഭാഗമാണ് അതിനനുസരിച്ച് ആ ഒരു കാറ്റഗറിയുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരല്ല ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറി വൈസ് റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഓരോ കാറ്റഗറിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആർക്കാണ് മുൻഗണന ഉള്ളത് അവരെ 1, 2, 3 ഈ രീതിയിൽ ആ ഒരു രീതിയിലാണ് റാങ്ക് ലിസ്റ്റ് ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി അതായത് അല്ലെങ്കിൽ കാസ്റ്റ് വിഭാഗത്തിൽ നിങ്ങളുടെ റാങ്ക് എത്രാമതാണ് എന്നുള്ളത് ആ ഒരു രീതിയിൽ മനസ്സിലാക്കാവുന്നതാണ്. നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു BASLP അതുപോലെ തന്നെ മറ്റ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേത് ഇവ രണ്ടും 2 റാങ്ക് വീതമാണ് കാണാൻ സാധിക്കുക. ചില വിദ്യാർത്ഥികളുടെ ഈ ഒരു മാർക്ക് സെയിം ആയിരിക്കും. കാരണം അവർക്ക് ബയോളജിക്കായിരിക്കും കൂടുതൽ മാർക്ക്. അതുകൊണ്ടാണ് ആ ഒരു മാർക്ക് കൺസിഡർ ചെയ്ത് 2 മാർക്കും നോക്കുന്ന സമയത്ത് സെയിം മാർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം ഇനി വിദ്യാർത്ഥികൾക്ക് മെയിൻ റാങ്ക് ലിസ്റ്റ് വരുന്നതാണ്. മെയിൻ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷമായിരിക്കും വിദ്യാർത്ഥികൾക്ക് കോളേജും കോഴ്സും ഓപ്ഷൻസ് ആയിട്ട് നൽകാനായിട്ട് സാധിക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ് എൻ്റെ ഇൻഡെക്സ് മാർക്ക് ഇത്രയാണ്, അതുപോലെ തന്നെ എൻ്റെ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ അതായത് SM കാറ്റഗറിയിൽ എൻ്റെ റാങ്ക് ഇത്രയാണ്, അതുപോലെ തന്നെ
എൻ്റെ ഈ ഒരു അതായത് കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റിൽ എൻ്റെ റാങ്ക് ഇത്രയാണ് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം, എവിടെയാണ് കിട്ടാൻ സാധ്യത എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മുൻ വർഷങ്ങളിൽ റാങ്ക് ലിസ്റ്റ് ഇതേപോലെ ആയിരുന്നില്ല പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു PDF രൂപത്തിൽ ഒരു ലിസ്റ്റായിട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലിസ്റ്റായിട്ട് PDF അല്ല, ജസ്റ്റ് വെബ്സൈറ്റിൽ തന്നെയാണ് പ്രസിദ്ധീകരിച്ചതെങ്കിലും എല്ലാ വിദ്യാർത്ഥികളെയും റാങ്ക് ഒരുമിച്ചാണ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതായത് ആ ഒരു റാങ്ക് ലിസ്റ്റ് ഇനി മെയിൻ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് ചിലപ്പോൾ അത് ഒരുമിച്ചാണ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത കാണുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെയിൻ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം ഈ ഒരു കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ വന്നിട്ടുള്ളത് താൽക്കാലിക റാങ്ക് ലിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ താഴെ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ പോയി ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.